ശാന്തി സംഭവിക്കണോ, അനുഗ്രഹങ്ങളും കൃപകളും നമുക്ക് ലഭിക്കണോ, അമ്മ പറയുന്നു, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ. പരിശുദ്ധ അമ്മ പറഞ്ഞപ്പോൾ സമയമാകുന്നതിന് മുൻപേ യേശു അത്ഭുതം ചെയ്യുവാൻ തയ്യാറായി. അതെ, ആ കുടുംബത്തിന്റെ ഒരൈശ്വര്യമായിട്ട് അമ്മ കടന്നു വരുന്നു. അമ്മ പറയുന്നു, മകൻ പ്രവർത്തിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിലുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നു. പക്ഷെ ഈ അമ്മയോടുള്ള പ്രാർത്ഥന എത്ര സമയം നമ്മുടെ കുടുംബത്തിലുണ്ട് എന്ന് ചിന്തിക്കുന്നതും നല്ലതാ. ഈ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കാനായിലെ കുടുംബത്തിലുണ്ടായിരുന്നത് കൊണ്ട് ആ കുടുംബത്തെ വലിയൊരു അപമാനത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ രക്ഷിച്ചു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിലുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബത്തിന്റെ എല്ലാ ആവശ്യങ്ങളിലും പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിക്കും. കാനായിലെ വീട്ടിൽ നമ്മൾ കണ്ടു, ആ കുറവ് ആരും അമ്മയോട് പറഞ്ഞില്ല, പക്ഷെ അമ്മ കണ്ടെത്തി. നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നാം കണ്ടെത്തിയില്ലെങ്കിലും പരിശുദ്ധ അമ്മ നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമുക്ക് വേണ്ടത് പ്രിയപുത്രൻ വഴി സാധിച്ചു തരും. ലൂർദിൽ നടന്ന ഒരു അത്ഭുതത്തെ കുറിച്ച് വായിച്ചത് ഓർക്കുകയാണ്. അവിടെ അംഗവൈകല്യമുള്ള ഒരു കൊച്ചു പയ്യൻ, അവൻ ഈശോയുടെ സന്നദ്ധിയിൽ വന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു. ദിവ്യകാരുണ്യ പ്രദക്ഷിണം, ജപമാല, ഇവൻ ഇതിലെല്ലാം വളരെ ഭക്തിപൂർവ്വം തീഷ്ണതയോട് പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇവൻ ചോദിച്ചു, യാചിച്ചു, പക്ഷെ ഇവന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നില്ല. അവസാന ദിവസം ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവന്റെ അരികിലേക്ക് വന്നപ്പോൾ അവൻ യേശുവിനെ നോക്കി ഉയർന്ന സ്വരത്തിൽ പറഞ്ഞു, യേശുവേ, യേശുവേ, നീ എനിക്ക് അത്ഭുതം ചെയ്തു തന്നില്ലെങ്കിൽ ഞാൻ നിന്റെ അമ്മയോട് പറയും. ആ സെക്കൻഡിൽ തന്നെ ആ മകന് പൂർണ്ണ സൗഖ്യം കിട്ടി. എന്റെ വിശ്വാസം, ആ മകന്റെ വിശ്വാസം നമുക്കുണ്ടോ? നമുക്കുണ്ടോ? അതേ പ്രിയമുള്ളവരെ, വിശുദ്ധ ബെർണാഡ് ഇങ്ങനെ പറയുന്നു, നീ ദൈവത്തോട് ചോദിക്കുന്നവ ദൈവം നിനക്ക് ചെയ്തു തരുവാൻ നീ പരിശുദ്ധ അമ്മ വഴി ചോദിക്കുക. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ജീവിതത്തില് ഒരു സംഭവം ഇങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹം വൈദികനായി കഴിഞ്ഞ് ഒരുപാട് ശുശ്രൂഷകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വഴിയൊരിയിൽ കാണുന്ന തോന്നിയവാസികളായ മക്കളുണ്ട്, രോഗികളായുള്ളവരുണ്ട്, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട്. ഇങ്ങനെ താന്തോന്നികളായ കുറെ മക്കളെയൊക്കെ സ്വരൂപിച്ച് അവരെ സംരക്ഷിക്കുന്ന ജോലി ഡോൺ ബോസ്കോ ഏറ്റെടുത്തു. അപ്പൊ ഇദ്ദേഹത്തെ സഹായിക്കാനായിട്ട് കടന്നു വന്നത് ഇദ്ദേഹത്തിന്റെ സ്നേഹം നിറഞ്ഞ അമ്മച്ചിയാണ്. അപ്പോൾ ഈ അമ്മച്ചിയും ഈ മകനും കൂടി ചേർന്ന് ഈ ശുശ്രൂഷകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അമ്മയുടെ സാന്നിധ്യം, ഡോൺ ബോസ്കോയുടെ പെറ്റമ്മയുടെ സാന്നിധ്യം ഡോൺ ബോസ്കോയ്ക്ക് വലിയ ആശ്വാസമായിരുന്നു. കാരണം അമ്മച്ചി സഹായം ചെയ്യുന്നു, വേണ്ട കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്യുന്നു. ഈ അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ ശുശ്രൂഷകള് ഈ ഡോൺ ബോസ്കോയ്ക്ക് വളരെ സന്തോഷപ്രദമായിരുന്നു. ഇങ്ങനെ ശുശ്രൂഷകളൊക്കെ ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ ഒരു ദിവസം ഡോൺ ബോസ്കോയുടെ അമ്മച്ചിയും മരിച്ചു. ആ ദിവസം ഇദ്ദേഹം എന്ത് ചെയ്തെന്നോ, ഈ സ്വന്തം അമ്മച്ചി മരിച്ചു. അദ്ദേഹം ആ സമയത്ത് ഓടി ദേവാലയത്തിലേക്ക് ചെന്നു. ദേവാലയത്തിൽ ചെന്ന് വിജയമാതാവിന്റെ സന്നിധിയിൽ ചെന്ന് അദ്ദേഹം തന്റെ വിഷമതകളെല്ലാം പരിശുദ്ധ അമ്മയോട് തുറന്നു പറയുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഈ പരിശുദ്ധ അമ്മയോട് ഇങ്ങനെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു സ്വരം കേട്ടു. അതിങ്ങനെയായിരുന്നു, പരിശുദ്ധ അമ്മയുടെ രൂപം സംസാരിച്ചു എന്നാ പറയുന്നത്. അതിങ്ങനെയായിരുന്നു, ഇന്നു മുതൽ ഞാൻ നിനക്ക് അമ്മയായിരിക്കും. ഹല്ലേലൂയ. അദ്ദേഹം വളരെ സന്തോഷത്തോടെ തിരികെ പോകുന്നു. പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന്റെ പിന്നീടുള്ള പ്രവർത്തനങ്ങൾ കാണുക, വളരെയധികം വിജയപ്രദമായ രീതിയിലുള്ള ശുശ്രൂഷയാണ്. മറ്റു വൈദികരെ സഹായിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ പ്രിയമുള്ളവരെ, ഇന്നും ഏറ്റവും കൂടുതൽ യൂത്ത് മിനിസ്ട്രി ചെയ്യുന്നത് ഈ ഡോൺ ബോസ്കോയുടെ സഭയിൽപ്പെട്ട സലേഷ്യൻ ഫാദേഴ്സ. ഈ ഡോൺ ബോസ്കോയുടെ പരിശുദ്ധ അമ്മ പറയുന്നു, ഇന്നു മുതൽ ഞാൻ നിനക്ക് അമ്മയായിരിക്കും. ഈ അമ്മ നമ്മോടും പറയുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും നമ്മൾ അസ്വസ്ഥരായി കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മോട് പറയുകയാ, പ്രിയപ്പെട്ട മക്കളെ, അസ്വസ്ഥപ്പെടേണ്ട, നിങ്ങളുടെ ജീവിതത്തിൽ ഞാനൊരു അമ്മയായിട്ടുണ്ടായിരിക്കും. നമുക്കറിയാം, അമ്മയെന്ന് പറയുന്നത് പ്രകാശമാണ്, ഐശ്വര്യമാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ ശുശ്രൂഷ മേഖലകളില്, നമ്മുടെ അധ്വാന മേഖലകളില് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, എല്ലാം അമ്മ ക്രമീകരിച്ചു കൊള്ളും.
അമ്മയൊക്കെ നിയന്ത്രിച്ചുകൊള്ളും. അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ സംരക്ഷണം നമ്മൾ അപേക്ഷിക്കുക. അമ്മയുടെ സാന്നിധ്യത്താൽ അനുഗ്രഹങ്ങളും കൃപകളും സ്വന്തമാക്കിയ ഒരുപാട് വ്യക്തിത്വങ്ങളെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ യൗസേപ്പ്, നമുക്കറിയാം മേരിയുമായിട്ടുള്ള മറിയവുമായിട്ടുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുക. അപ്പോഴാണ് യൗസേപ്പ് പിതാവ് ഒരു കാര്യം പറയുന്നത്, മേരി ഗർഭിണിയാണ്, അവൾ ഗർഭിണിയാണ്. അപ്പോൾ യൗസേപ്പിനെ കുറിച്ച് പറയുന്നത് അവൻ നീതിമാനാണ്, അതോടൊപ്പം തന്നെ മേരിയെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് രഹസ്യമായി ഉപേക്ഷിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. ഈ സമയം ദൈവദൂതൻ ആർക്ക് പ്രത്യക്ഷപ്പെട്ടു? യൗസേപ്പിനെ പ്രത്യക്ഷപ്പെട്ട് എന്നാ പറയുന്നത്? യൗസേപ്പ് പിതാവിന്റെ ജീവിതം മുഴുവൻ ആരേറ്റെടുക്കുന്നു? ദൈവപിതാവ് ഏറ്റെടുക്കുക. ദൈവപിതാവ് ഏറ്റെടുക്കുക. വേണ്ട ദർശനങ്ങൾ നൽകുന്നു. എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണം, വേണ്ട നിയന്ത്രണങ്ങളെല്ലാം ദൈവപിതാവ് ഏറ്റെടുക്കുക. അതേ പ്രിയമുള്ളവരെ, യൗസേപ്പ് പിതാവ് മേരിയെ സ്വീകരിക്കുവാൻ തയ്യാറായപ്പോൾ യൗസേപ്പ് പിതാവിന്റെ ജീവിതം മുഴുവൻ ദൈവപിതാവ് ഏറ്റെടുത്ത് ദൈവദൂതന്മാരിലൂടെ മുൻപോട്ട് നയിക്കുകയാണ്. അതെ, നമ്മുടെ ജീവിതത്തിലും നാം പരിശുദ്ധ അമ്മയെ ഏറ്റെടുക്കുമ്പോൾ, സ്വീകരിക്കുമ്പോൾ, ജീവിതത്തിന്റെ ഭാഗമായിട്ട്, നമ്മുടെ ഐശ്വര്യമായിട്ട്, കുടുംബത്തിന്റെ ഐശ്വര്യമായിട്ട് നാമും സ്വീകരിക്കുകയാണെങ്കിൽ നമ്മയും ദൈവപിതാവ് നയിച്ചുകൊള്ളും. നമ്മുടെ ജീവിതത്തിന്റെ സർവസ്വവുമായിട്ട് പരിശുദ്ധ അമ്മയെ നമുക്ക് സ്വീകരിക്കാം. ആരും ശങ്കിക്കേണ്ട, ആരും അസ്വസ്ഥപ്പെടേണ്ട. ദൈവവചനം നമ്മോട് പറയുന്നു, അമ്മയെ നമുക്ക് സ്വീകരിക്കാം, ആരും ശങ്കിക്കേണ്ട. വീണ്ടും നമ്മൾ അടുത്തൊരു കഥാപാത്രത്തെ കാണുന്നു, എലിസബത്ത്. പരിശുദ്ധ അമ്മ ആരുടെ സന്നദ്ധിയിലേക്ക് ഓടിച്ചെന്നത്? ശുശ്രൂഷ ചെയ്യാൻ എലിസബത്തിന്റെ സന്നദ്ധിയിലേക്ക് ഓടിച്ചെല്ലുകയാണ്. അമ്മ തന്റെ സമീപത്തേക്ക് വന്നപ്പോൾ എലിസബത്ത് എന്താ പറഞ്ഞത്? ഇതാ എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കിലേക്ക് വരാനുള്ള ഭാഗ്യം എനിക്കെവിടെ നിന്ന്? ഈ പരിശുദ്ധ അമ്മ വന്നപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു സന്തോഷത്താൽ തുള്ളിച്ചാടി. യേശുവിന്റെ സാന്നിധ്യം എലിസബത്തിന് വലിയ സന്തോഷം പ്രദാനം ചെയ്യുന്നു. സ്നാപക യോഹന്നാന് വലിയ സന്തോഷം പ്രദാനം ചെയ്യുന്നു. വിശുദ്ധ ഗ്രന്ഥത്തില് അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 14-ാം വചനത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, അവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ശിഷ്യന്മാര് അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നേരിടുവാൻ, അഭിമുഖീകരിക്കുവാൻ ഇവർ ശക്തരായിത്തീർന്നു. നാമും പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളും ശക്തരാകും. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, കാൽവരിയിൽ കുരിശിൽ കിടന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ശിഷ്യനോട് യേശു എന്താ പറഞ്ഞത്? ഇതാ നിന്റെ അമ്മ. അമ്മയോട് എന്താ പറഞ്ഞേ? ഇതാ നിന്റെ മകൻ. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഈ ശിഷ്യൻ അമ്മയെ സ്വഭവനത്തിലേക്ക് സ്വീകരിക്കുന്നു. യേശുക്രിസ്തുവിന് ഇന്നും നമ്മോട് പറയാനുള്ളത് ഇത് തന്നെയാ. നമ്മെ ഓരോരുത്തരെയും നോക്കി യേശുക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് നമ്മോടും വിളിച്ചു പറയുകയാ, മകനെ, മകളെ, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ അമ്മ. ഇതാ യേശുക്രിസ്തുവിനെ ശിഷ്യൻ സ്വഭവനത്തിലേക്ക് സ്വീകരിച്ചു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുകയാ. ഈ ശിഷ്യൻ യേശുക്രിസ്തു പറഞ്ഞതനുസരിച്ച് അമ്മയെ സ്വഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതോടെ അവന്റെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. യേശുവിന്റെ അമ്മയെ അമ്മക്ക് അമ്മയായിട്ട് യേശുക്രിസ്തു തന്നിരിക്കുകയാണ്. ഈ അമ്മയെ സ്വീകരിച്ചു വേണം നമ്മുടെ ഭവനങ്ങളിലേക്ക് നമ്മൾ പോകാൻ. നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥിക്കാറുണ്ടോ ഇങ്ങനെ? ഞങ്ങളുടെ കുടുംബം നസ്രസിലെ തിരുക്കുടുംബം പോലെ ആക്കണേ. നമ്മുടെയൊക്കെ കുടുംബം ഏത് കുടുംബം പോലെ? തൊട്ടടുത്ത കുടുംബം പോലെ ആയാ മതിയോ? അങ്ങനെ മതിയോ? ആ വീട്ടിൽ അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്, ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ട്, അങ്ങനെ ഒരു വീടായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ. അതാണോ നമ്മുടെ പ്രാർത്ഥന? അങ്ങനെ ആവരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബം നസ്രസിലെ തിരുക്കുടുംബം പോലെ ആകണം. അപ്പോൾ നമ്മുടെ കുടുംബം നസ്രസിലെ തിരുക്കുടുംബം പോലെ ആകണമെങ്കിൽ അവിടെ ഒരു യൗസേപ്പും ഒരു മാതാവും വേണം.
അപ്പോൾ നമ്മുടെ ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്ക്. യൗസേപ്പ് പിതാവിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം നീതിമാനായിരുന്നു, തന്നെയുമല്ല മേരിയെ അപമാന്യതയാക്കാൻ ഇഷ്ടപ്പെടുന്നുമില്ല. മറിയത്തോട് ദൈവദൂതൻ പറയുന്നു, നീ നന്മ നിറഞ്ഞവളാണ്, കർത്താവ് നിന്റെ കൂടെയുണ്ട്. അമ്മച്ചിമാരെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ കുടുംബം നസ്രത്തിലെ തിരുക്കുടുംബം പോലെ ആകണമെങ്കിൽ നിങ്ങളിൽ എന്തുണ്ടാവണം? നന്മയുണ്ടാവണം. എങ്കിലേ നമ്മുടെയൊക്കെ കുടുംബം നസ്രത്തിലെ തിരുക്കുടുംബം പോലെ ആവോ. അതോടൊപ്പം നമ്മൾ വീണ്ടും കാണുന്നുണ്ട്, മുൻപോട്ട് പോകുമ്പോൾ യേശു ക്രിസ്തുവിന് ഇടയ്ക്ക് കാണാതെ പോകുന്നു. യേശുവിന് ഇവർക്ക് നഷ്ടപ്പെട്ടു അല്ലേ? നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും തിരികെ ചെല്ലുന്നു. തിരികെ ചെന്ന് കഴിഞ്ഞ് അമ്മ എന്താ മകനോട് പറയുന്നത്? നിന്റെ പിതാവും ഞാനും. ആർക്കാ മുൻഗണന കൊടുക്കുന്നേ? കെട്ടിയോനെന്ന് പറ, പച്ച മലയാളത്തിൽ പറഞ്ഞ. ഹല്ലേലൂയ. ഈ അമ്മ പറയുക, നിന്റെ പിതാവും ഞാനും നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ഈ യൗസേപ്പിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ഈ മേരിയെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നിന്റെ ജീവിത പങ്കാളിയെ, നിന്റെ ഭാര്യയെ നീ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടരുത്. നിന്റെ ഭർത്താവിന്, നിന്റെ ജീവിത പങ്കാളിക്ക് നീ പ്രാധാന്യം കൊടുക്കണം. ഈ പരസ്പര സ്നേഹം, ഐക്യം നമ്മുടെ കുടുംബത്തിൽ നിങ്ങൾ തമ്മിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനിക്കുന്ന മക്കളും ഒരു ഉണ്ണീശോയായിത്തീരും. നോക്കിക്കേ, ഉണ്ണീശോയെ നഷ്ടപ്പെട്ടു, ആരും ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. യൗസേപ്പ് മേരിയെയോ, മേരി യൗസേപ്പിനെയോ കുറ്റപ്പെടുത്തുന്നില്ല. രണ്ടുപേരും കൂടി അന്വേഷിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ഇത്രയും സമയം കാണുകയായിരുന്നു. ഒരു കുടുംബത്തിന്റെ ഐശ്വര്യം ആരാണ്? അമ്മ. കുടുംബത്തിന്റെ വിളക്ക് ആരാണ്? അമ്മയാണ്. ക്രൈസ്തവ സഭയുടെ ഐശ്വര്യം ആരാ? പരിശുദ്ധ അമ്മ. ക്രൈസ്തവ സഭയുടെ വിളക്കാരാ? പരിശുദ്ധ അമ്മയാണ്. യേശുക്രിസ്തു കഴിഞ്ഞാൽ സഭയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്നേഹിക്കുന്നത് ആരെയാ? പരിശുദ്ധ അമ്മയാ. അമ്മയില്ലാത്ത ദേവാലയങ്ങളുണ്ടോ? ഇല്ല. അമ്മയില്ലാത്ത കുടുംബങ്ങളുണ്ടോ? ഉണ്ടോ? കൊന്തയില്ലാത്ത നമ്മൾ ക്രിസ്ത്യാനികളുണ്ടോ? വെന്തിങ്കമില്ലാത്തവർ, കൊന്തയോ വെന്തിങ്ങോ ഇതേതെങ്കിലും ഒന്നും ഇല്ലാത്തവർ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? അപ്പോൾ അമ്മയെ നമ്മൾ അത്രയധികം സ്നേഹിക്കുന്നു, അമ്മയെ അത്രയധികം നമ്മൾ വണങ്ങുന്നു. നമ്മൾ വചനത്തിൽ കണ്ടു, ജ്ഞാനികള്, വിവരമുള്ളവര് ഉണ്ണിയെ കാണാൻ പോയപ്പോൾ എങ്ങനെയാ കണ്ടത്? ഉണ്ണിയെ രണ്ടുപേരെയും ഒന്നിച്ച അമ്മയായ മറിയത്തോടുകൂടി കണ്ടു. അപ്പോൾ അതാണ് ബെർണാദ് പുണ്യവാളൻ പറയുന്നത്, നീ ദൈവത്തോട് ചോദിക്കുന്നത് ദൈവം നിരസിക്കാതിരിക്കാൻ അമ്മ വഴി ചോദിക്ക്, അമ്മ വഴി ചോദിക്ക്. ഞാൻ പറഞ്ഞു, ലൂർദിലെ ഒരു അത്ഭുതം. മകൻ എന്താ വിളിച്ചു പറഞ്ഞത്? നീ എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തില്ലെങ്കിൽ, നീ എനിക്ക് അനുഗ്രഹങ്ങൾ, കൃപകൾ ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്റെ അമ്മയോട് പറയും, ഞാൻ നിന്റെ അമ്മയോട് പറയും. ഇത് ആ സമയം തന്നെ അവന് പൂർണ്ണ സൗഖ്യം കിട്ടുന്നു. ഇതാ നമ്മൾ കണ്ടു കാനായിലെ വീട്. ആ വീട്ടിൽ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അമ്മയോട് ആരെങ്കിലും പറഞ്ഞു അവിടെ വീഞ്ഞു തീരുന്നു എന്ന്? ഇല്ല. പക്ഷെ അമ്മയത് മനസ്സിലാക്കി, കണ്ടറിഞ്ഞു. പരിശുദ്ധ അമ്മ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ എന്താ? നമ്മുടെ കുടുംബത്തിൽ എന്താ കുറവ്? നമ്മുടെ കുടുംബത്തിൽ എന്താ തീർന്നുകൊണ്ടിരിക്കുന്നത്? സ്നേഹമാണോ? കരുണയാണോ? എന്താണ് കുടുംബത്തിന്റെ ആവശ്യം? അത് കണ്ടറിഞ്ഞ് ആര് സഹായിക്കും? പരിശുദ്ധ അമ്മ. അപ്പോൾ ആര് കുടുംബത്തിലുണ്ടാവണം? പരിശുദ്ധ അമ്മ. കുറെ രൂപം കൊണ്ടേ ഒട്ടിച്ചു വെച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല. അമ്മയുടെ സാന്നിധ്യം നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കണം. വീണ്ടും നമ്മൾ കണ്ടു, അമ്മയുടെ ജീവിതത്തിൽ അമ്മ വഴിയായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ച ഏതാനും വ്യക്തിത്വങ്ങളെ ആദ്യം കണ്ടു. വിശുദ്ധ യൗസേപ്പ് പിതാവ് അമ്മയെ സ്വീകരിക്കാൻ ആദ്യം മടി കാണിച്ചു. പക്ഷെ ദൈവദൂതൻ പറഞ്ഞു, നീ ശങ്കിക്കണ്ട, അവളെ സ്വീകരിച്ചോ. ഇന്നും അമ്മയെ സ്വീകരിക്കുവാൻ, അമ്മയോട് പ്രാർത്ഥിക്കുവാൻ ശങ്കിക്കുന്നവരെ നോക്കി ദൈവദൂതന്മാര് നമ്മോടും പറയുന്നു, ശങ്കിക്കേണ്ട, സ്വീകരിച്ചു. പരിശുദ്ധ അമ്മയെ സ്വീകരിച്ചു. ഈ യൗസേപ്പ് പിതാവ് അമ്മയെ സ്വീകരിച്ചു. അതിനുശേഷം യൗസേപ്പ് പിതാവിന്റെ ജീവിതത്തെ ദൈവപിതാവ് ഏറ്റെടുക്കുന്നു. ദൂതന്മാർ വഴി വേണ്ട ഉൾക്കാഴ്ചകൾ നൽകി അവനെ നയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും നമ്മൾ കൊണ്ട് എലിസബത്ത്. ഇതാ പരിശുദ്ധ അമ്മ ഇവളുടെ സന്നദ്ധിയിലേക്ക് ഓടിച്ചെല്ലുന്നു ശുശ്രൂഷ ചെയ്യാൻ.
ഇവളുടെ സാന്നിധ്യത്താൽ എലിസബത്ത് സന്തുഷ്ടമുള്ളവരായി സന്തോഷം അനുഭവിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കാണുന്നു ഉദരത്തിൽ കഴിയുന്ന സ്നാപക യോഹന്നാൻ, അവനും വളരെ സന്തോഷത്താൽ ആനന്ദിക്കുകയാ, തുള്ളിച്ചാടുകയാ. അമ്മയുടെ സാന്നിധ്യം ഉദര ശിശു പോലും അനുഭവിച്ചറിയുന്നു. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ശിഷ്യന്മാരെ കാണുന്നുണ്ട്, ശിമിയോനെ കാണുന്നുണ്ട്, പ്രിയമുള്ള യോഹന്നാനെ കാണുന്നുണ്ട്. ഇവരൊക്കെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുന്നവരാ. അത് യോഹന്നാൻ ഞാൻ സൂചിപ്പിച്ചു, കുരിശിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. വചനത്തിൽ വീണ്ടും കാണുന്നു, ശിഷ്യൻ അമ്മയെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. ആ വചനം നമ്മൾ മറക്കരുത്. വചനം പറയുന്നു, ആ ശിഷ്യൻ അമ്മയെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അമ്മക്കും സ്വഭവനത്തിൽ, നമ്മുടെ ഭവനത്തിൽ ആരെയെ സ്വീകരിക്കണം? പരിശുദ്ധ അമ്മയെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മാതാവിന്റെയൊക്കെ ഈ മരിയൻ കൺവെൻഷനിൽ നമ്മൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് ഇവിടുന്ന് പോകുമ്പോൾ ആരെ കൊണ്ടുപോകണം? പരിശുദ്ധ അമ്മയെ കൊണ്ടുപോകണം. അമ്മയുടെ സാന്നിധ്യം കുടുംബത്തിൽ നമ്മൾ ഉറപ്പിക്കണം.